ഡിജിറ്റൽ ബോംബ്. ഇത് അവതാർ ബോംബാണ്. നമ്മുടെ 7 ഷോട്ടാണ്. നമ്മുടെ ഇമാദിന്റെ അത്ര വലിപ്പുണ്ട്. ഇമാദിനെ കൊണ്ടുപോകുന്ന റോക്കറ്റാണ് ഇത്. 3.5 ഇഞ്ച് ലക്ഷ്മിയാണ്. പീകോക്ക് ഫെദർ എന്ന് പറയുന്ന സംഭവം. ഹെലികോപ്റ്ററിന് ഒരു പാക്കിൽ 5 വരുന്നത്. വിസിലിംഗ് വീലാണ്. കണ്ട 2 കുറ്റികൾ വരുന്നുണ്ട്. ബേബി റോക്കറ്റ് ആണ്. അതായത് നമ്മുടെ വാണം എന്ന് പറയുന്ന സംഭവം. റെയിൻബോ പെൻസിൽ ആണ്. ഇത് 30 സെന്റിമീറ്റർ ഗ്രീൻ സ്പാർക്കിൾ. അതായത് ഫ്ലവർ പോട്ട് ഡീലക്സ്, ഫ്ലവർ പോട്ട് അശോക. മെഗാ സൈറൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതെ ഒറ്റിക്കണ്ടേ കുരുങ്ങിയല്ല. ഇമാരേ ഇമാരേ ഓടല്ലടാ നല്ല പോട്. മിനു വെയിലെങ്ങനുണ്ട്? അടിപൊളി. നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ റെഡിയായി വരവായി, വിഷുവിനു പടക്കവുമായി വരവായി. ഈ പ്രാവശ്യത്തെ നമ്മൾ കടക്കിയിടുമല്ലോ. മീനുണ്ട്, കുഞ്ഞൂസുണ്ട്, ഈ മാതുണ്ട്, പല 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 വെറൈറ്റി സാധനമുണ്ട്. ഇതൊക്കെ പൊട്ടിച്ച് നമ്മൾ തകർക്കും. നിങ്ങളുണ്ടോ? നമ്മളുണ്ട്. വിഷു നമുക്ക് പൊളിച്ചാലോടാ. ടൗ 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 ടൗ. മിനു ശ്രദ്ധിക്കണേ. പ്രശ്നമുണ്ടോ? പോവാ പറ്റില്ലല്ലോ. ഓക്കെ പോട്ടെ. കുറ്റിൻ്റെ ഇടാ മിനു നോക്കണേ. ഓക്കെ ഓക്കെ മിനു ശ്രദ്ധിക്കണേ. കൈവിടില്ലല്ലോ. ഓക്കെ 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 ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിഷുവിന് ഞാൻ കുറച്ച് പടകം വാങ്ങിയപ്പോൾ ഇവരൊക്കെ എന്നോട് പറഞ്ഞു, എന്താണ് സിനാനെ ഇത്ര പടകെല്ലാം മതിയോ, വിഷയമല്ലേ കുറച്ച് അധികം എടുക്കണേ. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ ഈ പ്രാവശ്യം ഒരു പെട്ടി പടകം വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ മിനു ഉണ്ട്, ഇമാദുണ്ട്, പിന്നെ കുഞ്ഞൂസുണ്ട്. ഇമാദിന് ചെറിയ പല്ല് വരുന്നുണ്ട്. അപ്പോൾ അതാട്ടോ ഇങ്ങനെ മുഖമൊക്കെ വാടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ആളും കൂടിയാണ് ഇത് അൺബോക്സ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കാൻ പോകുന്നത്. മച്ചാന്മാരെ സ്റ്റാർട്ട് പണലാമാ. അപ്പോൾ നമ്മൾ ഫിറോസ്ക പറഞ്ഞ പോലെ നമുക്കൊരു വെടിക്കെട്ടിനുള്ള സാധനമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യം നമ്മളെ ബില്ല് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഫസ്റ്റ് തന്നെ ബോക്സ് തുറന്നപ്പോൾ ചില്ലി പടകമാണ് വരുന്നത്. ബിജിലി ക്രാക്കേഴ്സ് ഒരു പാക്കിൽ 100 പീസ് വരുന്ന ബിജിലി ക്രാക്കേഴ്സാണ്. അപ്പോൾ 1 2 എനിക്ക് മിനിമം 3 4 5 6 7 അത്രയുണ്ട് 5 12 പീസ് ആയിട്ടുണ്ട്. ബാക്കി അടിയിലുണ്ട് 20 പീസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഹെലികോപ്റ്ററാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിയിരുന്നത് നല്ല പെർഫോമൻസ് വരുന്ന സാധനമാണ്. ഒരു ബോക്സിൽ 5 പീസാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഒരു പാക്കിൽ 5 പീസ് വരുന്നത്. ഇതാണ് കേട്ടോ സംഭവം. പിന്നെ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ബോക്സിൽ വരുന്നത് വിസിലിംഗ് വീലാണ്. ഇത് സംഭവം എന്നാൽ എനിക്ക് മനസ്സിലാക്കില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ നിലച്ചക്രയില്ലേ അതിൻ്റെ വിസിലിംഗ് ടൈപ്പാണെന്ന് തോന്നുന്നത്. പൊട്ടാത്ത കത്തിക്കുന്ന മുറിച്ച്. ഓക്കെ, അപ്പോൾ അതേ ഒരു ബോക്സിൽ 5 പീസാണ് വരുന്നത്. നല്ല വലുപ്പമുള്ള സംഭവം കേട്ടോ. ഇതിനുള്ളിൽ കണ്ട 2 കുറ്റികൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. കണ്ട 2 കുറ്റികൾ വരുന്നുണ്ട് വിസിലിംഗ് വീൽ. പിന്നെ വരുന്നത് നമുക്ക് ഗ്രീൻ സ്പാർക്കിൾസ് ആണ്. നമ്മുടെ കമ്പിത്തിരി, പച്ച കളർ കമ്പിത്തിരി 15 സെൻറ്റിമീറ്റർ വരുന്നത്. അതായത് ഒരു പെട്ടിയിൽ 2 പീസ് വരും. അതായത് 2 ബോക്സ് വരും. ഒരു ബോക്സിൽ 10 പീസാണ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ബോക്സിൽ അടുത്തായിട്ട് വരുന്നത് ബേബി റോക്കറ്റാണ്. അതായത് നമ്മുടെ വാണം എന്ന് പറയുന്ന സംഭവമില്ല, നമ്മൾ വെച്ചിട്ട് പീക്ക് കൊടുക്കുമ്പോൾ ഫുൾ മേലോട്ട് പോകും. പൊട്ടൊന്നുമില്ല, പോക്ക് മാത്രം. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു പേക്കിൽ ഇതുപോലെ 10 എണ്ണമാണ് കേട്ടോ വരുന്നത്. ഇതാണ് സംഭവം. കണ്ട ഒരു പേക്കിൽ 10 എണ്ണം. മിനോ മാറ്റി വെച്ച. പിന്നെ നമുക്ക് വരുന്ന ഇതിൽ നമ്മുടെ പൊട്ടാസ് റോൾ ക്യാപ്സ് എന്ന് പറയുന്ന സംഭവമാണ്. സാധാരണ പൊട്ടാസില്ലേ, യെസ്, കുട്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതേ ഒരു പൊട്ടാസില്ലേ ഈ സംഭവം. ഇതാണ് വരുന്നത്. പിന്നെ നമുക്കിത് ഇതിൽ വരുന്നത് റെയിൻബോ പെൻസിലാണ്. മിനു ഇത് മുമ്പേ സംഭവം കണ്ടിക്കാം എടാ. ഓക്കെ, അപ്പോൾ റെയിൻബോ പെൻസിലാണ്. ഇത് നോർമൽ പെൻസിൽ കമ്പിത്തിരി പോലത്തെ സംഭവമാണ്. കൈ പിടിച്ച് തീ കൊടുക്കുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ ഇതിൻ്റെ സ്പാർക്കിങ്ങൾ തീർക്കും.
അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ വെടിമരുന്ന് കൈമലാവാൻ ചാൻസ് ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി കാണിക്കണമല്ലോ, അതാണല്ലോ നമ്മൾ പരിപാടി. ഇതാണ് സംഭവം. ഇതിൻ്റെ എവിടെയാണ് പിടിക്കേണ്ടതിനോ? പിടിക്കേണ്ടി എവിടെയാണ്? എവിടെയാണ് നോട്ടോ പിടിക്കേണ്ടത്? ഇവിടെ പിടിച്ചിട്ട് ഫ്രണ്ടിൽ തീ കൊടുക്കുക ചെയ്യേണ്ടത്, മുന്നോട്ട് ഇങ്ങനെ സ്പാർക്കിൾ വരും. അപ്പോൾ അതാണ് സംഭവം. അടുത്തായിട്ട് വരുന്നത് ടോം ആൻഡ് ജെറിയാണ്. നമ്മളെ ഇളനീപ്പൂ അഥവാ മത്താപ്പൂ എന്നല്ല മേശാപ്പൂ എന്നെല്ലാം പറയുന്ന സംഭവമില്ലേ, അതേപോലെ ഒരു സംഭവം റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ്. നമ്മളിങ്ങനെ തറയിൽ വെച്ചിട്ട് തീ കൊടുത്താൽ ഇങ്ങനെ തീ പോവും. 5 പീസാണ് ഇതിൽ വരുന്നത്. ഇനിയോ മാറ്റി വെച്ചോളൂ. പിന്നെ നമ്മുടെ ഇതിൽ വരുന്നത് റോക്കറ്റാണ്, ലുങ്കി റോക്കറ്റ് എന്ന് പറയുന്ന റോക്കറ്റാണ്. നമ്മൾ വാങ്ങിച്ചതിൽ ഏറ്റവും വലിയ റോക്കറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. പിടിച്ചാൽ മിനോ, ഇത്ര വലിയ റോക്കറ്റിന് കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടില്ല, ഫസ്റ്റ് ടൈം കേട്ടോ. കത്തിയോടെ ഇതാണ് സംഭവം. സെറ്റില്ലേ സാർ? ഇങ്ങനെ കളറൊന്നും വരാറില്ലല്ലോ. ഇത് വെച്ചിട്ടുണ്ടോ? മറ്റേ ഈ ഒരു കളറായിരിക്കും പൊതുവേ വരിക. പക്ഷേ ഇതിൽ കളർ വ്യത്യാസമുണ്ട്. ഇവിടെ പച്ച വരുന്നുണ്ട്, ചുവപ്പ് വരുന്നുണ്ട്. അതിനൊന്നും കാര്യം ഇതിൻ്റെ പൊട്ടാണ്. ഇത് നല്ല ദൂരപ്പോൾ അവിടെ നിന്ന് പൊട്ടുകയും ചെയ്യും. 10 പീസ് നമ്മുടെ ഈ ഒരു ബോക്സിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമ്മൾ ചാട്ട കയർ എന്ന് പറയുന്ന ടിംഗ്ലിംഗ് സ്റ്റാർ എന്ന് പറയുന്ന സംഭവമാണ്. ഇതേ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടിംഗ്ലിംഗ് സ്റ്റാർ കയർ. കടാ ഒരു ബോക്സിൽ 10 പീസാണ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ കാണിച്ച റോക്കറ്റ് ഏറ്റവും വലിയ ആ റോക്കറ്റാണ്. അവനല്ല, സ്കൈ വിസിലിംഗ് റോക്കറ്റ്. ഇതേ കണ്ടാ, ദിവൻ്റെ വലുപ്പം കണ്ടാ? മിനോ ഒന്ന് വലുപ്പം കാണിച്ചു കൊടുത്തേ, ഒന്ന് പിടിച്ച് വലുപ്പം കാണിച്ചു കൊടുത്തേ. കണ്ടാ, സെറ്റ് സാധനം കേട്ടാ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന് പശയും കാര്യങ്ങളൊന്നും ഇല്ലേ? ഓക്കെ, ഇവിടെ ഇങ്ങനെ ഓക്കെ ഇവിടെ ഉണ്ടാ. എൻ്റെ മോനെ, ഇതൊരു ബോക്സിൽ 10 പീസാണ് വരുന്നത്. ഇത് കമട്ട സാധനം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, അതിലും കമട്ടാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു റോക്കറ്റ് കാണുന്നത്. കണ്ട ഒരു ഹോളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ. കണ്ട ഹോളൊക്കെ കണ്ട സൈഡിൽ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ റോക്കറ്റാണ്. ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ട നമ്മുടെ ഇമാദിൻ്റെ അത്ര വലിപ്പുണ്ട്. ഇമാദിനെ കൊണ്ടുപോകുന്ന റോക്കറ്റാണിത്. ഇന്നേം കൊണ്ട് ഇതങ്ങ് പോട്ടല്ലേ? അടുത്തേക്ക് പോവാ. പിന്നെ ഇത് വരുന്നത് നമ്മുടെ 30 cm കളർ സ്പാർക്കിളാണ്. 2 ബോക്സ് വരുന്നൊരു പാക്കാണ് ഇത് വരുന്നത്. മിനോ മാറ്റി വെച്ചോ. പിന്നെ നമ്മുടെ ബോക്സിൽ നമുക്ക് അടുത്തായിട്ട് വരുന്നത് 30 cm ഗ്രീൻ സ്പാർക്കിൾസ് ആണ്. മിനോ കേട്ടോ. നമുക്ക് അടുത്തായിട്ട് ഇതിൽ വരുന്നത് നമ്മുടെ 7 ഷോട്ടാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 7 ഷോട്ട് കളറാണ് കേട്ടോ. 7 ഷോട്ട് കളർ. ഇതാണ് സംഭവം. തറയിൽ വെച്ചിട്ട് ഇങ്ങനെ തീ കൊടുത്താൽ മേലേക്ക് പോയിട്ട് 7 പൊട്ട് കിട്ടും. ഒരു പൊട്ടിൽ 7 ചെതറില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് ഗംഗ ജമുന ഫ്ലവർ ബോംബ് എന്ന് പറയുന്ന സംഭവമാണ്. ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ് ഇങ്ങനെ വരുന്ന സംഭവം കേട്ടോ. വെച്ച് തീ കൊടുക്കുമ്പോൾ പ്രപടാ പൊട്ടുന്ന സംഭവം. മത്താപ്പ് ഇളനീ പോലുള്ള സംഭവം തോന്നുന്നത്. പിന്നെ ഇത് 50 ഡീലക്സ് വരുന്നത് നമ്മുടെ മാലപ്പടം ഡീലക്സ്. കുറച്ച് വലിപ്പമുള്ള ടൈപ്പാണ്. ഡീലക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ചില്ലി പടം പോലെയല്ല, കുറച്ചുകൂടി ഇതിൻ്റെ വലിപ്പം കുറച്ചുകൂടി അധികമായിരിക്കും. 1 2 3. അപ്പോൾ 3 ബണ്ടിൽ കുരുവി. ഇതാണ് നമ്മുടെ കുരുവിപ്പടം. 2.25 ഇഞ്ച് വരുന്ന കുരുവിപ്പടമാണ്. ഒരു പേക്കിൽ 5 പീസ് വരും. ഇങ്ങനെ ഒരു പേക്ക് വരും. അതുപോലെ 25 പീസ് ഇതിൽ വരുന്നുണ്ട്. ഇതാണ് ആറ്റം ബോംബ് എന്ന് പറയുന്നത്. 44 രൂപ കേട്ടോ ഒരു ബോക്സിൽ വരുന്നത്. ഇത് കളർ വ്യത്യാസം ഉണ്ടല്ലോ മിനുവാ, പച്ച കളറല്ലല്ലോ. ഇത് കളർ കൊടുക്കായിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താക്കിയതാണോ? എങ്ങനെ ഉണ്ടാവും ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് ഡാൻസിങ് ബമ്പർ എന്ന് പറയുന്നൊരു സംഭവമാണ്. നമ്മൾ നിലത്ത് വെച്ച് തീ കൊടുക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി ഡാൻസ് കളിക്കുന്നതൊക്കെയാണ് ഇവർ പറയുന്നത്. കളിച്ചാൽ മതിയായിരുന്നു. ഒരു പേക്കിൽ 10 പീസാണ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് ക്ലാസിക് ഗ്രീൻ ബോംബാണ്. ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോംബ്. ഒരു ബോക്സിൽ 10 പീസ് വരും. ഇതേ ഒരു പീസ് കണ്ട. 3 ബോക്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മാറ്റി വെച്ചേ. പിന്നെ അതായത് വരുന്നത് 3 ബണ്ടിലും 3.5 ഇഞ്ച് ലക്ഷ്മിയാണ് ഒരു ബണ്ടിൽ വരുന്നത്. 1 2 3 4 5 6 7 8 9 10 പേക്ക് വരും. ഒരു പേക്കിൽ 5 പീസ്, മൊത്തം 50 പീസ് ഒരു ബണ്ടിൽ വരും. 3 ബണ്ടിലാണ് ഉള്ളത്. പിന്നെ മാറ്റിക്കോ.
പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് പീകോക്ക് ഫെദർ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് നമ്മുടെ മയിൽപ്പീലി പോലത്തെ സംഭവമാണ്. വെച്ച് തീ കൊടുത്താൽ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ വിരിയും എന്നാണ് പറയുന്നത്. ഒരു ബോക്സിൽ 5 പീസ് വരും. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് 10 സെൻറ്റിമീറ്റർ ഇലക്ട്രിക് സ്പാർക്കിളാണ്. അടുത്തായിട്ട് വരുന്നത് 10 സെൻറ്റിമീറ്റർ ക്രാക്ലിംഗ് സ്പാർക്കറാണ്. 5 ബോക്സാണ് ഇതിൽ വരുന്നത്. മിനോ മാറ്റിക്കോ. പിന്നെ അടുത്തായിട്ടുള്ളത് ഫ്ലവർ പോട്ട് അശോക. ഈ ഒരു സംഭവമാണ് ഫ്ലവർ പോട്ട് അശോക. 10 പീസാണ് ഒരു ബോക്സിൽ വരുന്നത്. ഇതാണ് കേട്ടോ ഒരു ബോക്സ്. അടുത്തായിട്ട് ഫ്ലവർ പോട്ട് ഡീലക്സ്. നമ്മൾ വാങ്ങിച്ചതിൽ ഏറ്റവും വലിയ മത്താപ്പൂ, മേശാപ്പൂ, ഇളനീപ്പ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. വലുതിതാണ്. ഒരു പാക്കിൽ 5 പീസാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഗ്രൗണ്ട് ചക്ര സ്പെഷ്യലാണ്. 5 ബോക്സ് വരുന്നുണ്ട്. ഒരു ബോക്സിൽ 10 പീസ്. ഇത് 5 പീസുള്ള ഒരു ബണ്ടിലുണ്ട്. പിന്നെ ഇതാണ് കളർ കോട്ടി. അതായത് നമ്മുടെ ഇളനീപ്പും മത്താപ്പൂ എന്ന് പറയുന്ന സംഭവം പല കളറുകളിൽ വിരിയുന്ന സംഭവമാണ്. ഇതേ ഒരു ബോക്സിൽ 10 പീസ് വരുന്നുണ്ട്. പിന്നെ നമ്മളിത് വരുന്നത് ഹൈഡ്രോ ബോംബാണ്. ഒരു പെട്ടിയിൽ 10 പീസ് വരും. ഇതൊരു പാക്കാണ്, 5 പെട്ടിയുള്ള. 1, 2, 3 4 ഇഞ്ചിൻ്റെ 3 ബണ്ടിൽ ലക്ഷ്മി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതിലടുത്തായിട്ട് വരുന്നത് നമ്മുടെ കിറ്റ്കാറ്റാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. ചെറുപറ വിരിവിരി എന്നൊക്കെ പറയുന്ന 10 ബോക്സ് എടുത്തിട്ടുണ്ട്. ഒരു ബോക്സിൽ 10 പീസാണ് വരുന്നത്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതെന്ന സംഭവം ഡിജിറ്റൽ ബോംബ്. ഇതാണ് സംഭവം, നമ്മുടെ ചുവന്ന ബോംബ്. കിങ് റൈഡർ പോലെയുള്ള സംഭവം. പിന്നെ ഇതാണ് അഗ്നി ബോംബ്. ഒരു ബോക്സിൽ 10 പീസാണ് വരുന്നത്. ചുവന്ന കളർ കിങ് റൈഡർ പോലെ തന്നെ, നേരത്തെ കാണിച്ച ബോംബ് പോലെ തന്നെയാണ്. പിന്നെ ഇതാണ് ബാഹുബലി എന്ന് പറയുന്ന പടകം. നമ്മുടെ ലക്ഷ്മിയെക്കാളും വലിപ്പം വരുന്നൊരു പടകമാണ് സംഭവം. ഇതാണ് നമ്മുടെ റോക്കറ്റ് ബോംബ്. നമ്മുടെ വാണെന്ന് പറയുന്ന സംഭവമില്ലേ പിന്നെ ഇതാണിത്. ഇത് 5 ബോക്സ് വരുന്നുണ്ട്. ഒരു ബോക്സിൽ 10 പീസാണ്. ഇതാണ് ഡബിൾ സൗണ്ട്. ഇത് ഒരു ബണ്ടിൽ 5 പേക്ക് വെച്ചിട്ട് 10 പേക്ക് ഉണ്ടാവും. മൊത്തം 50 പീസ്. ഇതാണ് നമ്മുടെ ജയറാം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മെസോമിക്സ്. ഇത് ഏരിയൽ സ്കൈ ഷോട്ട് 3 വരുന്നൊരു പാക്കിൽ. ഇതിൽ 2 പേക്ക് കൂടി ഉണ്ട്. വലിയ ശല്ലാട്ടോ, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും എന്താണ്. ഇതാണ് ഫ്ലവർ പോട്ട് സ്പെഷ്യൽ. 5 പാക്കിൽ വരുന്നത്. 1, 2, 3, 4, 5. ഒരു പാക്കിൽ 10 പീസ് 5. ഇതാണ് ഫ്ലവർ പോട്ട് ബിഗ്. 10 പീസ് ഒരു ബോക്സിൽ വരും. മൊത്തം ഇത് 50 പീസ് ഉണ്ട്. ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ പരസ്യം കണ്ടിട്ടാ ശരി വരുന്നത്. പ്രീമിയം ലൈറ്റ്, മൾട്ടി കളർ, പ്രീമിയം ഹൈ ക്വാളിറ്റി. 25 ഷോട്ടാണിത്. 25 പൊട്ടോട്ട് നമ്മൾ തീ കൊടുത്താൽ 1 പൊട്ട്, പിന്നെ പൊട്ട്, അങ്ങനെ 25 ഷോട്ടാണിത്. ഗ്രീൻ ഫ്ലാഷ് എന്ന് പറയുന്നൊരു പടകമാണിത്. നമ്മളിങ്ങനെ വെച്ച് തീ കൊടുത്താൽ പച്ച കളറിൽ ഇങ്ങനെ ഇളനീപ്പ് വിരിയുന്ന പോലെ വിരിയും. പിന്നെ 5 പീസിലൊരു ബോക്സാണിത്. ഇതാണ് 28 ഗെയിൻ്റെ നമ്മൾ മാലപ്പടകയല്ലേ. ഒരു സൈഡിൽ 14 പേര്, ഒരു സൈഡിൽ 14 പേര് തൂക്കിയിട്ടെല്ലാം കത്തിക്കുന്നത്. 25 പാക്ക് ഉണ്ടാവും ഇതിൽ. പിന്നെ പിടിച്ചോ. ഇതാണ് ഗ്രൗണ്ട് ചക്ര ഡീലക്സ്. 10 പീസ് വരും. നമ്മൾ നേരത്തെ കാണിച്ചു തരാം. കുറച്ചുകൂടി വലുതാണ് കേട്ടോ നമ്മുടെ നരചക്രം. ഇതെന്ന് പറയുന്നത് മെഗാ സൈറൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒരു ബോക്സിൽ 3 പീസാണ് കേട്ടോ വരുന്നത്. 3 പീസ് ഒരു ബോക്സിൽ. ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. പിടിച്ചു. ഇത് ഷെല്ലായിട്ടാണ് വരുന്നത്. ഇതിങ്ങനെ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് തീ കൊടുത്താൽ സൈറനോട് കൂടി മത്താപ്പൂ മറ്റും അങ്ങനെയുള്ള സൗണ്ട് ആവട്ടെ. അത് വെച്ചിട്ടുള്ള സംഭവമാണിത്. ഇത് അവതാർ ബോംബാണ്. 10 പീസ് വരുന്ന ഒരു ബോക്സാണിത്. സംഭവം എന്താ എനിക്കറിയില്ല. പേപ്പർ ബോംബാണ്. പേപ്പർ ബോംബ് വേണ്ട. ഇത് നല്ല സൗണ്ട് വരുന്ന സംഭവം കേട്ടോ. മിനു ഈ സംഭവം എപ്പോഴെങ്കിലും ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം യൂട്യൂബിലൊക്കെ കാണുന്നതല്ലാണ്ട്. ഇത് നല്ല സൗണ്ടാണ്. ഇത് നമ്മൾ വെച്ച് തീ കൊടുക്കുമ്പം പൊട്ടിയിട്ട് പേപ്പർ ഇങ്ങനെ ചെത്തള്ളും. അതാണ് ഈ സംഭവം. ഇതാ അപ്പോൾ ഇത്രയും കുറവാണ്. ഞാൻ ഇവനും കൂടി അൺബോക്സ് ചെയ്ത് ഇപ്രാവശ്യത്തെ വിഷുവിന് വേണ്ടിയിട്ട്. എൻ്റെ സത്യം പറയാം, തലയൊക്കെ ചുറ്റുന്നുണ്ട്. വർത്താനം പറഞ്ഞ് ഒരുപാടുണ്ട്. മിനിമോ എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയാ. ഇത്രയും പടം ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ അൺബോക്സ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് നമ്മൾ ഈ എടുത്ത പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാ? പേപ്പർ ബോംബായിരിക്കും അല്ലേ? ഫസ്റ്റ് ടൈമാട്ടോ മിനിമത്തെ കാണുന്നത്. ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ 10 പീസ് വരുന്നൊരു ബോക്സാണിത്. ഒരുപാടുണ്ട്. ഇതൊക്കെ ഇനി തിരിച്ച് പെട്ടിയിലേക്ക് വെക്കണം, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ എല്ലാ കുട്ടിക്കുരുന്നുകളും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പടങ്ങളൊക്കെ അലങ്കുലമായിട്ട് കിടക്കുകയാണ്. മിനിമോ ഇതെല്ലാം എടുത്ത് വെക്കണ്ടേ? ബാ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ ഷൂവിൻ്റെ ഏറ്റവും വലിയൊരു അൺബോക്സിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്.
അപ്പോൾ പടകം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായങ്ങളും പ്രൈസും കാര്യങ്ങളൊക്കെ കമൻറ്റായി ചോദിക്കുക, ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ പടകം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, വിഷുവിന് പടകം മിക്ക ആൾക്കാർ വാങ്ങുന്നതാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും